വ്യത്യസ്ത സമരവുമായി മേലെച്ചിന്നാറിൽ ജനകീയ കൂട്ടായ്മ. സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പിന്നോട്ട് നടന്ന് പ്രതിഷേധിച്ചത്. 500ഓളം വരുന്ന നാട്ടുകാരാണ് 3 കിലോമീറ്ററോളം പിറകോട്ട് നടന്നത്. നാട്ടിന്റെ വികസനം പതിറ്റാണ്ടുകൾ പിറകിലേക്ക് പോകുന്നുവെന്നാണ് പിന്നോക്ക സമരത്തിലൂടെ സമരക്കാർ ചൂണ്ടിക്കാണിച്ചത്. 2017 സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ 85.65 കോടി രൂപയാണ് നത്തുകൽ അടിമാലി റോഡിനായി അനുവദിച്ചത്. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് വർഷം 8 കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കുവാനോ പ്രാഥമിക നടപടികൾ പോലും പൂർത്തീകരിക്കുവാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. വെട്ടിക്കാമറ്റം മുതൽ മേലെച്ചിന്നാർ വരെയുള്ള ഭാഗമാണിപ്പോൾ അപകടകരമായ അവസ്ഥയിലുള്ളത്. വീതി കുറഞ്ഞതും ടാറിങ് പൊളിഞ്ഞതുമായ റോഡിൽ അഗാധ ഗർത്തങ്ങളും അപകടകാരികളായി മാറുകയാണ്. 2017 പ്രഖ്യാപന സമയം കിഫ്ബിയുടെ സഹായത്താൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ വർഷം കഴിഞ്ഞിട്ടും ഇവിടെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മേലെച്ചിന്നാർ കേന്ദ്രീകരിച്ച് പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത്. ഇതിന്റെ ആദ്യപടിയായാണ് പിന്നോട്ട് നടന്ന് പ്രതിഷേധിച്ചത്. ഈട്ടിത്തോപ്പിന് സമീപത്തു നിന്നും 3 കിലോമീറ്ററോളമാണ് 500ഓളം വരുന്ന നാട്ടുകാർ പിന്നോട്ട് നടന്നത്. 60 വർഷം പഴക്കമുള്ള റോഡ് കുടിയേറ്റ കാലത്തിന്റെ സ്മാരകമെന്നും ചുറ്റുപാടുമുള്ള നാട് പുരോഗതിയിലേക്ക് നീങ്ങുമ്പോഴും ഈട്ടിത്തോപ്പ് മേലെച്ചിന്നാർ മേഖലയെ വികസന കാര്യത്തിൽ പിന്നോട്ട് നയിക്കുന്ന സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ പുറകോട്ട് നടന്നത്. ആർക്കും സുഗമമായ ഒരു യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ പഠന സൗകര്യങ്ങളോ പഠിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളോ നമുക്കിവിടെ ഒരിക്കലും ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 2017 വർഷം ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA MM മണി അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ച കിഡ്ഫി റോഡ് നത്തുകല്ല് കല്ലാറുകുട്ടി റോഡ്, ആ റോഡ് നമുക്ക് അനുവദിച്ചപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ അതിനെ കൈയടിച്ച് സ്വീകരിച്ചവരാണ്. പക്ഷേ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ടും അതിന് യാതൊരുവിധ നടപടികളും നടത്താതെ അതോടൊപ്പം കേരളത്തിൽ പ്രഖ്യാപിച്ച മുഴുവൻ റോഡുകളും പണികൾ പൂർത്തിയാകുകയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്നും ഞങ്ങൾ ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടിക്കും പണി വരുത്തി ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ഫാദർ സഖറിയാസ് കുമ്മണ്ണുപറമ്പിൽ, സജി പേഴത്തും വയലിൽ, ഫാദർ ലിബിൻ മനക്കലയിടത്ത്, രാഹുൽ കിളികുത്തിപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പ്രതിഷേധ പരിപാടികൾക്കൊപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികളും ജനകീയ കൂട്ടായ്മ ലക്ഷ്യമിടുകയാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.